ഹലോ ഫ്രണ്ട്സ്, ANB Creationsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുറത്തു പോയുള്ള വീഡിയോസ് ഒന്നല്ല. നമ്മൾ ഇന്ന് എന്റെ റൂമിലേക്ക് നമ്മൾ ക്യാമറ കൊണ്ട് വന്നേക്കാണ്. നമ്മൾ റൂമിൽ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഫുൾ വീഡിയോ നമ്മൾ എടുക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, ഒരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് 10 കഴിഞ്ഞ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണല്ലേ ഈ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഏകദേശം 2018 ഞാൻ എന്റെ 10 ഞാൻ എഴുതി പാസ്സായത്. ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് ഞാൻ 10 പാസ്സായത്. അപ്പോ അന്നത്തെ എന്റെ ഫ്രണ്ട്സ്, അതായത് 2018 എന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് എന്നെ കുറിച്ച് അന്ന് എന്താണ് ഈ ഒരു ഓട്ടോഗ്രാഫ് ബുക്കിൽ എഴുതിയെന്ന് അറിയാനായിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പോലെ തന്നെ എനിക്കും ഒരു ആകാംക്ഷ ഉണ്ട്. കാരണം ഞാൻ അന്ന് ഇതൊരു പെട്ടിയിലാക്കി എടുത്ത് വെച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇന്നാണ് ഞാനിത് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിന്റെ ഫുൾ അന്നത്തെ എന്റെ ഫ്രണ്ട്സ് എന്താണ് ഇതിൽ എന്നെ കുറിച്ച് എഴുതിയേക്കുന്നതെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ അതാണ് എന്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ വീഡിയോക്ക് പോണേക്കാളും മുമ്പ് നിങ്ങളുടെ അന്നത്തെ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമ്മുടെ താഴെ ഒന്ന് മെൻഷൻ ചെയ്താല് സംഭവം നമ്മുടെ വീഡിയോ മൊത്തത്തിൽ ഒന്ന് കളറാവുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് അധികം പറയണില്ല, നമുക്ക് നമ്മുടെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതിനേക്കാൾ മുമ്പേ ഞാൻ ഈ ഒരു ബുക്ക് വാങ്ങിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എന്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് വാങ്ങാനിടെ ഏതെന്ന് വെച്ചാല് എന്റെ 10ാം ക്ലാസ് ഇപ്പോഴും എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. അവൻ വേറെ കോളേജിലാണെന്നുള്ളൂ, ശ്രീഗിരി എന്നാണ് പേര്. അപ്പൊ ഞാൻ അവനും കൂടിയാണ് ഈ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് വാങ്ങാനായിട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നിട്ട് ഒരു ശനിയാഴ്ചയായിരുന്നു, ഞങ്ങൾക്ക് അന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ട്യൂഷൻ കട്ട് ചെയ്ത് നൈസായിട്ട് ആ ഒരു ഗ്യാപ്പില് ഈ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് വാങ്ങാൻ പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ നീട്ടാണ് കറക്റ്റ് സ്പോട്ട്. അപ്പൊ ഇവിടെ നിന്ന് നേരെ ചാലക്കുടിക്ക് പോകണം. അപ്പൊ ഞാൻ അവനും കൂടി ചാലക്കുടിക്ക് പോവാണ്. എങ്ങനെയാ പോണേന്ന് അറിയോ? സൈക്കിളിമേട്ടാ. സൈക്കിളുമ്പോ ഞാൻ അവനിങ്ങനെ ചാലക്കുടിക്ക് പോയി. അപ്പൊ അവിടെ കുറെ കടകളിലൊക്കെ കയറി ഇറങ്ങി. പക്ഷെ പൈസ കുറച്ച് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. അതിനുശേഷം ഞങ്ങള് ഒരു ചെറിയൊരു കട കണ്ടു. ആ സംഭവം അവിടെ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വില കുറവില് ഈ ഒരു ഇങ്ങനത്തെ 2 ബുക്ക്, അവനും ഇതുപോലത്തെ ഒരു ബുക്ക് തന്നെ വാങ്ങിച്ചു. അപ്പൊ അങ്ങനത്തെ 2 ബുക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ അവിടുന്ന് ട്യൂഷൻ ക്ലാസ്സിൽ പോയി. എന്നിട്ട് അവിടുത്തെ പിള്ളേരൊക്കെ കാണിച്ചു. അതായത് ട്യൂഷൻ ക്ലാസ്സിൽ എന്റെ പ്രായമുള്ള കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയും കാണിച്ചു. അപ്പോ അങ്ങനെയാണ് ട്യൂഷൻ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് പോയി വാങ്ങുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് പോയി വാങ്ങിച്ചത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോ ഒരു വാങ്ങിച്ച സന്ദർഭം കൂടി പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗ്യവാൻ ആരാണെന്ന് നോക്കാം. ഇതാണ് എന്റെ ഫ്രണ്ട് കേട്ടോ. ഇതിൽ ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഓട്ടോഗ്രാഫ് എഴുതുമ്പോ ഫസ്റ്റ് നമ്മുടെ തന്നെ എഴുതും. അങ്ങനെയാണ് അവിടെ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്നെ തന്നെ ജസ്റ്റ് എഴുതി വെച്ചതാണ്. ഇത് കണ്ടായിരുന്നു ഞെട്ടരുത് 10ാം ക്ലാസ്സിൽ. അത് നിങ്ങൾ ഓർക്കണ്ട, 2018 ഞാൻ എഴുതിയതാണ്. ഇപ്പുറത്തെ സൈഡില് നമ്മുടെ പേര്, അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ്. ഇപ്പുറത്ത് അന്ന് ഞാൻ എഴുതിയത് 24/2/2018 കറക്റ്റ് ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിക്കണല്ലോ ദൈവം. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് അതർസ്. പിന്നെ അതിന്റെ അടിയിൽ എഴുതിയാണത് ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്നൊക്കെ. പിന്നെ ഒരു പുതിയ പൂ വിടരുമ്പോൾ പൂമ്പാറ്റ പഴയ പൂവിനെ മറക്കും, എന്നാൽ പൂവിനൊരിക്കലും തന്റെ ഹൃദയം കവർന്ന പൂമ്പാറ്റയെ മറക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് ഞാൻ തന്നെ എഴുതി വെച്ചാണ്. ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും എഴുതണ പോലെ എഴുതാം. അപ്പോ ശരിക്കും എന്റെ ഓട്ടോഗ്രാഫ് ബുക്കില് മറ്റൊരു ഫ്രണ്ട് എഴുതിയാണത് ജോഷ്യൽ ജോജു എന്ന് പറഞ്ഞ കൂട്ടുകാരനാണ് എന്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ ഫസ്റ്റ് ആയിട്ട് എഴുതിയാണ്. അപ്പോ അവൻ എഴുതിയാണത് ചെക്കൻ ഇംഗ്ലീഷിലൊക്കെയാണ് എഴുതി വെച്ചാണ്. ഐ ജസ്റ്റ് വാണ്ട് ടു 10 ഫ്രണ്ട്സ് ഫോർ എൻജോയ് മൈ സെൽഫ്. അപ്പോ അവൻ അന്ന് 2018 10ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് എഴുതിയാണതാണ്. ജോഷ്യൽ ജോജു എന്നാണ് പേര്. എന്റെ വീടിന്റെ അടുത്താണ് വീട്. ഇപ്പൊ അവൻ നാട്ടിലില്ല, പുറത്താണ്. സോ അപ്പൊ അവനാണ് ആദ്യമായിട്ട് എന്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ എഴുതിയാണത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ എന്റെ വീഡിയോ കാണുന്ന മിക്ക പേർക്ക് അറിയാൻ പറ്റും, വർഗീസ് മാർട്ടിൻ എന്ന് പറയുന്ന കൂട്ടുകാരനാണ് എന്റെ രണ്ടാമത്തെ ഓട്ടോഗ്രാഫ് ബുക്കിൽ രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോ എന്റെ വീഡിയോ അവനെ വെച്ചൊരു പ്രാങ്ക് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് പോയി കാണാം. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി, അതായത് അവൻ എന്താണ് എന്നെ കുറിച്ച് 2018 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം.
എനിക്ക് തോന്നുന്നു ഇതാ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ കുറച്ച് ലെറ്റേഴ്സ് ആണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതായത് മാമ്പു പൊഴിഞ്ഞു കിടക്കുന്ന മാന്തളിരുകൾ കുളിർ പകരുന്ന ആ മാമ്പഴക്കാലത്ത് മനസ്സ് നിറയെ മാമ്പഴവും സ്നേഹവും പകർന്നു തന്ന സുഹൃത്തേ, എന്നെന്നും ഈ താളുകളിൽ ഞാൻ ഉണ്ടാകും, എന്നെന്നും ഈ ഒരു പേജിൽ അവൻ ഉണ്ടാകും എന്നാണ് അവൻ അന്ന് 2018 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനത് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ എവിടെ എത്തിയല്ലേ. അപ്പൊ ഓഫ്കോഴ്സ് അവന് താങ്ക് യു പറയണം. കാരണം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഗൂഗിളിൽ നോക്കി ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതി. ഇപ്പോഴും ഞാൻ അവനെ പോയി കാണാറുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യു. അതായത് അന്ന് നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും SSLC എക്സാമിന്റെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ അന്ന് എന്നെ ചെറുതായിട്ടൊന്ന് വിഷും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പോ നമ്മുടെ രണ്ടാമത്തെ ആള് വർഗീസ്. പിന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ അവന്റെ ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ലാഗ് അടിക്കണ കാരണം കൊണ്ട് സമയം പോവും എന്നുള്ളൊരു തോന്നലിൽ നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വർഗീസിന്റെ താളുകൾ നമ്മൾ പയ്യെ മറക്കാണ്. അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. അടുത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, ജെർട്ടാണ് അടുത്തൊരാള്. അപ്പൊ അവൻ എന്താണ് അന്ന് 10ാം ക്ലാസ്സിൽ വെച്ച് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു പേജ് മൊത്തം ഉണ്ട്, അത് ഫുള്ള് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പേജ് മൊത്തം. അപ്പൊ ഫസ്റ്റ് തന്നെ എഴുതിയാണത് യു വിൽ ഗെറ്റ് ഫുൾ A+. അവന് ഫുൾ A+ കിട്ടിയ കാരണമാണോ എന്ന് എനിക്ക് അറിയില്ല. ആൾ അത് തന്നെയാണ് ആദ്യം എഴുതി വെച്ചാണ്. ആക്ച്വലി എനിക്ക് ഫുൾ A+ കിട്ടിയില്ല കേസ്. അപ്പൊ പിന്നെ ഡിയർ ദോസ്തി, ആള് വെറൈറ്റി പിടിച്ചതായിരിക്കണം. പിന്നെ അതിന്റെ അടുത്ത് അത്തർ ഇന്ന് വേണ്ടേ പാട്ടിന്റെ സിമ്പിൾ ഇട്ടിട്ടുണ്ട്. അതൊരു സംഭവം. അതെനിക്ക് തോന്നുന്നത് എന്നെ അന്ന് അത്തർന്നൊക്കെ ആയിരുന്നു വിളിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ എഴുതാനുള്ള ഒരു കാരണം. പിന്നെ നമസ്തേന്ന് എഴുതിയിട്ടുണ്ട്, അതും ആളൊരു വെറൈറ്റി പിടിച്ചതായിരിക്കണം. പിന്നെ കാലത്തിന്റെ മഴയിൽ ഒലിച്ചു പോകാത്ത ഒരു പിടി മണൽത്തരികളാണ് നാം. ഓക്കെ, അതാണ് ഫസ്റ്റ് എഴുതിയാണത്. അതിനുശേഷം നിന്റെ സന്തോഷങ്ങളിൽ പങ്കുചേരാനും നിന്റെ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കാനും ഞങ്ങൾ എന്നും നിന്റെ കൂടെയുണ്ട്. കുറെ കുത്ത്. അതിനുശേഷം എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ മൂടില്ലാന്ന്. കാരണം നീ ഞങ്ങളുടെ ചങ്കാണ് അടിയ. ഇതൊക്കെ വായിക്കേണ്ടതൊന്നുമില്ല. ഇതൊക്കെ അന്ന് 2018 നമ്മൾ എഴുതിയതാണ്. അപ്പോ കുഴപ്പമില്ല, ആ ഒരു സെൻസിൽ നമുക്ക് എടുത്താൽ മതിയല്ലേ. പിന്നെ ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ SSLC. അതായത് SSLC ഇത് കഴിഞ്ഞിട്ട് SSLC എക്സാം ആണ്. അപ്പൊ അതിന്റെ ഒരു വിഷ് എല്ലാവരും എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആള് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് അവൻ മീ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറെ ആ പൂത്തോട്ടത്തിൽ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒക്കെ ആള് തിങ്ക് ചെയ്ത് കാണിച്ചു വെച്ചിരിക്കുന്നതാണ്. ഭയങ്കരമായ ആളല്ലേ. അപ്പൊ ഇപ്പുറത്തെ ഭാഗത്ത് അവന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബുക്കും ഓത്തറിന്റെ കാര്യം ചോദിച്ചപ്പോ ആളെ എഴുതിയാണത് ആ ശീലമില്ല എന്നാണ് ഇതിൽ എഴുതിയാണത്. പിന്നെ അന്നത്തെ ഹിറ്റ് സിനിമ പുലിമുരുകനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അതായത് നമുക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും നമ്മൾ എടുത്തു കണ്ട സിനിമ ഏതാണ് അതാണ് നമ്മൾ എഴുതാല്ലേ, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ആക്ട്രസിന്റെ കാര്യത്തില് പ്രിയ വാര്യര്, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ അഡാർ ലവ്, അതായത് അവർക്ക് സമീകരിക്കണം. അപ്പൊ ചെക്കൻ ഭയങ്കര കട്ട ഫാനായിരുന്നു പ്രിയ വാര്യരുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോവാം. അപ്പൊ ഇനി നമ്മുടെ നാലാമത്തെ ഭാഗ്യവാൻ നമ്മളുടെ അഭിഷേകാണ്. ഓക്കെ, അഭിഷേക് ജെയിംസ് എന്നാണ് അവന്റെ ഫുൾ പേര്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വായിക്കാം. MA പഠിച്ചാലും BA പഠിച്ചാലും എന്നെ മറക്കരുത്. എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സമയത്ത് ഹൈലൈറ്റ് ചെയ്തുന്ന ഒരു പദങ്ങളാണ് അവൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അടിപൊളി. അടുത്തത് നീ എന്നെ മറന്നാലും ഞാൻ എന്നെ മറക്കില്ല. അത് ശരിയാണ്. കാരണം ആള് ഇതിന്റെ കൂടെ എഴുതിയിട്ടുണ്ട്. ഏത് കാറ്റടിച്ചാലും മറിയാത്ത ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട്. അതായത് നീ എന്നെ മറന്നാലും ഞാൻ അവനെ മറക്കില്ല, അല്ലെ അവൻ എന്നെ മറക്കില്ല എന്നാണ് എഴുതിയേക്കുന്നത്. കാരണം ഏത് കാറ്റടിച്ചാലും മറിയാത്ത ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അതുകൊണ്ട് അവൻ എന്നെ മറക്കില്ല. കേട്ടോ. അപ്പൊ അവന് അന്നത്തെ കാലത്ത് വിളിച്ചിരുന്നത് പാപ്പി എന്നാണ്. സോ അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ അവൻ എഴുതിയിരിക്കുന്നത് അവന്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി സമയങ്ങളില്ല, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആള് നമ്മുടെ സ്വന്തം ആന്റണി വീടിന്റെ അടുത്തുള്ള പുള്ളിക്കാരനാണ്. അപ്പൊ എന്താണ് അവൻ എന്നെ കുറിച്ച് അന്നത്തെ കാലത്ത് 2018 എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നമുക്ക് അവന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം.
അപ്പൊ ഡിയർ ആദർശ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു വാഴ നടുക, അതായത് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു വാഴ നടുക, വീണ്ടും ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ വീണ്ടും ഒരു വാഴ നടുക എന്ന് വിചാരിച്ച് അതൊരു വാഴത്തോട്ടമാക്കരുത്. എനിക്കൊന്നും പറയാനില്ല, എനിക്ക് വാക്കുകളില്ല. ആന്റണി, ഇത് കാണണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഒരിക്കലും ഞാൻ വാഴത്തോട്ടാക്കില്ല. അപ്പോ അവൻ എന്നെ കുറിച്ച് അന്നത്തെ കാലത്ത് ഹാർട്ട് ടച്ചിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന കുറച്ച് ചെറിയ അതോടുകൂടി സംഭവം അവസാനിപ്പിച്ചു. നമ്മുടെ സ്വന്തം ആന്റണി, എന്റെ അടുത്താണ് വീട്. പിന്നെ ഒരു അഡാർ ലവ്, അതായത് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സമയത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സിനിമകളായിരിക്കും മിക്കവാറും എഴുതുക. ഒന്നില്ലെങ്കിൽ പുലിമുരുകൻ, അല്ലെങ്കിൽ നമ്മുടെ അഡാർ ലവ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ അടുത്ത പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഗ്ലെൻ സെബാസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒപ്പം 10ൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോ അന്ന് അവൻ ശരിക്കും പറഞ്ഞാൽ അവന്റെ വീട് കുറച്ച് ദൂരെയാണ്. എനിക്ക് തോന്നുന്നു മലപ്പുറം എവിടെയും കണ്ടാണ്, കുറച്ച് ദൂരെയാണ്. സോ അവൻ അവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പഠിക്കായിരുന്ന. അപ്പൊ അവൻ എന്താണ് എന്നെ കുറിച്ച് ആ സമയത്ത് എഴുതിയെന്ന് എനിക്ക് അറിയാനായിട്ട് എനിക്കും താല്പര്യമുണ്ട്. സോ എഴുതിയിരിക്കുന്നത് മൈ ഡിയർ ആദർശ്, സ്റ്റാൻഡേർഡ് വൈസ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ എന്തൊക്കെ അത് കഴിഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും നോക്കാം. നീ പെർഫെക്റ്റ് ആണ് കുട്ടാ. അന്നത്തെ കാലത്ത് ഇവരൊക്കെ കേൾക്കണം, നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഞാൻ, ഇപ്പോഴും അങ്ങനെ തന്നെ. നീ പെർഫെക്റ്റ് ആണ് കുട്ടാ, അങ്ങനെ സത്യസന്ധമായിട്ട് അവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിങ് നീഡ് എ ഷിപ്പ്, ക്യൂൻ നീഡ് എ ഷിപ്പ്, ആൻഡ് ഐ നീഡ് എ ഷിപ്പ്, ദാറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ ഒരു വ്യത്യസ്തമായ രീതിയിൽ അഭിഷേകിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അവൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് അവൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് ഫ്രം ഗൂഗിൾ. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അപ്പോ അടുത്ത ആളെന്ന് പറയുന്നത് ഗൈസ്, എനിക്ക് തോന്നുന്നു നമുക്ക് സമയമായി കഴിഞ്ഞു. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഇനി ഇടിവെട്ട് സാധനങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി കുറച്ച് പേരും കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് 2 പാർട്ടാക്കിയിട്ട് ഇറക്കാം. അപ്പൊ ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ കാണാം. ബൈ ഫ്രം ആദർശ്.